നമസ്കാരം. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. 3 അമേരിക്കൻ സൈനികർ ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചു എന്നാണ് വിവരം. കൂടുതൽ സൈനികരെ മേഖലയിൽ അയക്കാനാണ് അമേരിക്കൻ തീരുമാനം. സമാധാനം പൂർണ്ണമായും തകർന്നുവെന്നും വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോകത്തെ വൻ ശക്തി രാജ്യങ്ങൾ 2 ചേരികളിലായി നിലയുറപ്പിക്കുന്നത് സമാധാന ചർച്ചകളെ ദുഷ്കരമാക്കിയിട്ടുണ്ട്. അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ ഇരുവിഭാഗങ്ങൾക്കും മാത്രമല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി അത് മാറും. ആഗോള സാമ്പത്തിക നില തകരും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരും. യുദ്ധം പടർന്നാൽ പ്രവാസികളെ സംബന്ധിച്ച് സുരക്ഷാ ഭീഷണിക്കൊപ്പം തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് ലോകരാജ്യങ്ങൾ. അതിനിടയിൽ ആശ്വാസകരമായ ഒരു വാർത്ത കൂടി വരികയാണ്. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഒമാനെ അറിയിച്ചിരിക്കുന്നു. ശുഭപ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിൽ തിരിച്ചടി ശക്തമാക്കി ഇറാൻ. ഇസ്രയേൽ ആക്രമണത്തിൽ ഖമനേയിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും സംയുക്ത സൈനിക മേധാവിയും ഉൾപ്പെടെ പ്രമുഖർ കൊല്ലപ്പെട്ടു. ഇറാനിൽ 40 ദിവസത്തെ ദുഃഖാചരണം. ഭരണ നിയന്ത്രണത്തിന് താൽക്കാലിക 3 അംഗ നേതൃത്വ സമിതി. പകവീട്ടുമെന്നും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. 3 സൈനികർ കൊല്ലപ്പെട്ടുവെന്നും USS പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ സുരക്ഷിതമെന്നും അമേരിക്ക. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലേക്കും ഇസ്രയേലിലേക്കും ഇറാന്റെ വ്യോമാക്രമണം. ആക്രമണങ്ങളിൽ 3 പേർ മരിച്ചെന്ന് UAE. മധ്യസ്ഥ രാജ്യമായ ഒമാനെ ആക്രമിച്ചതിൽ പ്രതിഷേധവുമായി സൗദിയും ഖത്തറും. ഇറാന് GCCയുടെ വിമർശനം. വിവേകത്തോടെ പെരുമാറണമെന്ന് UAE. ഗൾഫ് മേഖല കനത്ത ജാഗ്രതയിൽ. 10+2 പരീക്ഷകൾ CBSE മാറ്റിവെച്ചു. ദുബായ് ഗ്ലോബൽ വില്ലേജ് താൽക്കാലികമായി അടച്ചു. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് അറ്റ് ഹോം. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ കനത്ത നാശനഷ്ടം. റെഡ് ക്രസന്റ് ആക്രമിച്ച് ഇസ്രയേൽ. സ്വതന്ത്ര രാജ്യങ്ങൾ നിശബ്ദത അവസാനിപ്പിക്കണമെന്ന് ഇറാൻ. ടെഹ്റാനിൽ വൻ പ്രതിഷേധ റാലി. പാകിസ്ഥാനിലെ കറാച്ചിയിൽ US കോൺസുലേറ്റിന് നേരെ ആക്രമണം. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ യുദ്ധവിരുദ്ധ റാലി. സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ. അയത്തുള്ള അലി ഖമനേയിയുടെ വധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യനെ വധിച്ചുവെന്ന് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റുമായി ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അടിയന്തര സുരക്ഷാ സമിതി യോഗം ഡൽഹിയിൽ. എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 മലയാളികൾ ഉൾപ്പെടെയുള്ള 8 ഇന്ത്യക്കാർ കറാച്ചിയിൽ കുടുങ്ങിയതായി നോർക്ക. വിമാനത്താവളത്തിൽ കുടുങ്ങിയത് അസർബൈജാനിൽ നിന്നും കുവൈറ്റിലേക്ക് പോയവർ. കറാച്ചിയിൽ ഇറക്കിയത് വ്യോമപാത മാറ്റിയതിനെ തുടർന്ന്. കുടുങ്ങിയവരെ കൊളംബോ വഴി ഇന്ത്യയിലെത്തിക്കാനുള്ള സാധ്യത പരിശോധിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യ ഗൾഫ് മേഖലയിൽ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. CPM-ൽ ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നില്ലെന്ന് വിമർശനം. അന്തിമ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേത്. ഇത്തവണ മത്സരിക്കണമെന്ന് G സുധാകരൻ. A റഹീം MP CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാകും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സണ്ണി ജോസഫും VD സതീശനും ഡൽഹിയിൽ. ധാരണയിലെത്തിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം. ഉഭയകക്ഷി ചർച്ചകളിലെ തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടേത് അതിജീവനത്തിന്റെ കൂട്ടായ്മയെന്ന് മുഖ്യമന്ത്രി. കൽപ്പറ്റ എസ്റ്റേണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ടം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ പുനരധിവാസ ഗ്രാമത്തിലെ 178 വീടുകൾ കൈമാറി. ഉദ്ഘാടന വേദിയിൽ T സിദ്ദിഖിന് കൂവൽ. MLA ശ്രീ T സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയെ രാഷ്ട്രീയവൽക്കരിച്ചെന്ന് കോൺഗ്രസ്. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നാളെ. വ്യാപാര രംഗത്തെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇന്ത്യ കാനഡ CEO ഫോറത്തിൽ വിവിധ കരാറുകളിൽ ഒപ്പുവയ്ക്കും. കാർണി ഇന്ത്യയിലെത്തിയത് വെള്ളിയാഴ്ച.
2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ജീവൻ മരണ പോരാട്ടം. വെസ്റ്റ് ഇൻഡീസിനെതിരെ 196 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ പൊരുതുന്നു. സഞ്ജു സാംസന് അർദ്ധ സെഞ്ചുറി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിന്റെ നടുക്കി വൻ സ്ഫോടനം. 17 മരണം, 18 പേർക്ക് പരിക്ക്. കാറ്റോളിലെ SBL എനർജി പ്രൈവറ്റ് ലിമിറ്റഡിൽ സ്ഫോടനമുണ്ടായത് പുലർച്ചെ. ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് സർക്കാർ. സ്റ്റോറി ഓഫ് ദ ഡേ. കരക്കാർ കാത്തു, ഇനി കടൽ വീട്ടിലേക്ക്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇറാനും ഇസ്രയേൽ അമേരിക്കയും ഉൾപ്പെട്ട സംഘർഷം ഗൗരവകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മേഖലയിൽ വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഭരണകൂടാസ്ഥാനങ്ങളിലേക്കും നടത്തിയ വ്യോമാക്രമണത്തിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയും മകളും മരുമകനും പേരക്കുട്ടിയും സൈനിക മേധാവികളും ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ശക്തമായ പ്രത്യാക്രമണം നടത്തുകയാണ് ഇറാൻ. ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട്. 5 സൈനികർക്ക് പരിക്കേറ്റു. അതേസമയം 48 ഇറാൻ നേതാക്കളെ വധിച്ചു എന്നുള്ള അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. USS പടക്കപ്പലായ എബ്രഹാം ലിങ്കൺ ആക്രമിച്ചുവെന്ന ഇറാന്റെ വാദം പെന്റഗൺ തള്ളുകയാണ്. ചബഹാറിൽ ഇറാന്റെ പടക്കപ്പൽ മുക്കിയെന്ന് അമേരിക്ക പറയുന്നു. ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ഇതിൽ 15 ഇന്ത്യക്കാരുൾപ്പെടെ 20 ജീവനക്കാരുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു. MKD വ്യോം എന്ന മറ്റൊരു കപ്പലിന് നേരെയും ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. UAE-യിലെ ജബൽ അലി, ഒമാനിലെ ദുഃഖം തുടങ്ങിയ തുറമുഖങ്ങൾക്ക് സമീപവും ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ വലിയ ആശ്വാസമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ഒരു ചർച്ചയ്ക്ക് ഇറാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാമായിരുന്നതാണ്. ഒമാൻ മധ്യസ്ഥ ശ്രമങ്ങൾക്കായുള്ള നീക്കങ്ങൾ അണിയറയിൽ നടത്തുന്നുണ്ട്. ചില ചർച്ചകളൊക്കെ ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഒമാനോട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഫോണിലൂടെയുള്ള ചില സംഭാഷണങ്ങളുടെ ഇടയിലാണ് അത്തരത്തിലൊരു വിവരം വന്നത് എന്നുള്ളത് ആണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായതോടുകൂടി ഇനി അമേരിക്കയും ഇസ്രായേലും കൂടി ഈ ചർച്ചയിലേക്ക് എത്തണം. അത്തരത്തിലൊരു നിലപാടുണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുകയാണ്. നാളെ ഈ നേരത്തെ നടന്ന 3 ഘട്ട ചർച്ചകൾക്ക് തുടർച്ചയായി 4ാം ഘട്ട ചർച്ചയ്ക്ക് ഒരു സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് കാണുന്നത്. ഏതായാലും വലിയ ഒരു പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. ഈ നിലവിലെ സാഹചര്യങ്ങൾക്ക് അയവ് വരണം എന്നുള്ളത്, അല്ലെങ്കിൽ വലിയ നാശനഷ്ടം ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവമായി പശ്ചിമേഷ്യയിലെ സംഘർഷം മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അയത്തുള്ള അലി ഖമനേയുടെ ഈ കൊലപാതകം, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുതിയ ഭരണകൂടത്തെ രൂപീകരിക്കാനുള്ള ഒരു നീക്കം നടക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ പുതിയ പരമോന്നത നേതാവ് എത്തും എന്നാണ് ഇന്ന് അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഭരണ നിയന്ത്രണത്തിന് താൽക്കാലിക നേതൃത്വ സമിതിയെ ഇറാൻ രൂപീകരിച്ചിട്ടുണ്ട്. ഖമനേയിക്ക് ആദരമർപ്പിച്ച് 40 ദിവസത്തെ ദുഃഖാചരണമാണ് രാജ്യത്ത് നിലവിലുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യനെ വധിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അമേരിക്കൻ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറാണ് എന്നുമാണ് ട്രംപിന്റെ പ്രതികരണം. ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ നടത്തിയ പ്രസ്താവന ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒന്നായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രസ്താവനയെ വിലയിരുത്തുന്നത്. ലോകമെമ്പാടും ഭീകരത പടർത്തുന്നതിനും ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾക്കും പിന്നിൽ ഖമനേയിയാണെന്ന് ട്രംപ് പറയുന്നുണ്ട്. തന്റെ ഭരണകൂടം ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വധത്തിന് കടുത്ത ഭാഷയിൽ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഖമനേയിയുടെ വധത്തിനെ തുടർന്ന് ഇറാനിൽ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദുഃഖാചരണത്തിന്റെ ഭാഗമായി 7 ദിവസം പൊതു അവധിയും നൽകിയിട്ടുണ്ട്. 1989 മുതൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ഖമനേയിയുടെ വിയോഗം രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. പുതിയ പരമോന്നത നേതാവിനെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുന്നതുവരെ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കാൻ ഒരു താൽക്കാലിക നേതൃത്വ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേരാണുള്ളത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മുഹ്സ്നി EJ,
ഗാർഡിയൻ കൗൺസിൽ അംഗം ആയത്തുള്ള അലി റേസ അറാഫി എന്നിവരാണ് അംഗങ്ങൾ. ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ രാജ്യത്തിനകത്തെ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കുക എന്നതാണ് സമിതിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകൾക്കിടയിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും നയതന്ത്രത്തെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. സമിതി അധികാരമേറ്റ ശേഷവും ടെഹ്റാനിലും മറ്റും വ്യോമാക്രമണങ്ങൾ തുടരുന്നത് ഭരണസമിതിക്ക് വലിയ പ്രതിസന്ധിയാണ്. അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ 88 അംഗങ്ങളെ ഏകോപിപ്പിച്ച് എല്ലാവർക്കും സ്വീകാര്യനായ പരമോന്നത നേതാവിനെ കണ്ടെത്തുക എന്നതും സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ നിലനിൽക്കുകയാണ്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങളുണ്ട്. താൽക്കാലികമായ ഒരു ഭരണസമിതി ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാനാവുക എന്നുള്ളതാണ് സ്വാഭാവികമായും എല്ലായിടത്തും ഉയർന്നു വരുന്ന ചോദ്യം. കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ബിനീഷ് കൊട്ടാരത്തിൽ കൂടി നൽകും. ബിനീഷ്, നേരത്തെ റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ ലോകം നോക്കിക്കാണുന്ന ഒരു വാർത്ത ഈ മണിക്കൂറിൽ വന്നതാണ്. ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളത്. അത് പ്രതീക്ഷ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ അമേരിക്കയും ഇസ്രായേലും കൂടി അതിനൊപ്പം വരണം എന്നുള്ളതാണല്ലോ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചർച്ചകൾ മുന്നോട്ട് പോയാൽ അടിയന്തരമായൊരു വെടിനിർത്തൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ യുദ്ധം ഏത് തരത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്? അഖില, തീർച്ചയായിട്ടും നിലവിൽ പശ്ചിമേഷ്യ ഒരു യുദ്ധഭൂമിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അയവ് വരുവാനുള്ള ഒരു നേരിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിനോട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രതികരണം എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ നിർണായകമാവുക. നിലവിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിലപാട് അതിശക്തമായി ഈ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇറാൻ പ്രതികാര നടപടിയായി അല്ലെങ്കിൽ തിരിച്ചടിയുടെ ഭാഗമായി അമേരിക്കൻ വ്യോമതാവളങ്ങൾ ഉള്ള ഗൾഫ് മേഖലകളിലേക്ക് വലിയ ആക്രമണം തന്നെയാണ് നടത്തിയത്. ആ ആക്രമണത്തിന് ഒരു തിരിച്ചടി നൽകുമെന്നുള്ള സൂചനയും ഒരു മുന്നറിയിപ്പുമൊക്കെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാന് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായാൽ വലിയ തരത്തിൽ തങ്ങളുടെ പ്രത്യാക്രമണം നടത്തുമെന്നും അത് ഗൾഫ് മേഖലയിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നിലവിൽ ഇറാന് കഴിയുന്ന വിധത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തിന് നേരെയും അതുപോലെ ഇസ്രായേലിന് നേരെയും അതുപോലെ GCC രാജ്യങ്ങൾക്ക് നേരെയും, അതായത് ഗൾഫ് മേഖലകൾക്ക് നേരെയുമാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. എന്നാൽ ഗൾഫ് മേഖലകളിലേക്ക് ഇപ്പോഴുള്ള ഇറാൻ്റെ ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങളായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇറാന് മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് ഒരു സമവായത്തിലൂടെ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മറിച്ചായാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വലിയ പ്രഹരം ഇറാന് ഏറ്റുവാങ്ങേണ്ടി വരും. ഇറാനെ നിലവിൽ സഹായിക്കുവാനായി മറ്റ് രാജ്യങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഒമാൻ വഴി അങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനായി അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ ഇറാന് എത്രത്തോളം സ്വീകാര്യമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് നേരത്തെ ഈ ഇസ്രായേലും ഇറാനുമായുള്ള പ്രശ്നങ്ങൾ ആണവ ആയുധം കൈവശം വെക്കാൻ ഒരു തരത്തിലും ഇറാനെ അനുവദിക്കില്ല എന്നുള്ളതാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 3 ചർച്ചകളും ഒരു തീരുമാനമാകാതെ പിരിയേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരു 4ാം ഘട്ട ചർച്ച എന്ന നിലയിൽ ഒരുപക്ഷെ ജനീവയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അഖില, തീർച്ചയായും ആ ചർച്ച എന്ന് പറയുന്നത് ഇതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ്. കാരണം ആണവായുധം ഒരു കാരണവശാലും ഇറാൻ വെക്കാൻ പാടില്ലെന്നുള്ള കർശനമായ നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത്. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ ഈ ചർച്ച വിജയിക്കണമെങ്കിൽ, അതായത് ഇറാൻ ഇപ്പോൾ ഒമാൻ വഴി മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം ചർച്ചയിലൂടെ അല്ലെങ്കിൽ സമവായത്തിലൂടെ യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ യുദ്ധം ഒഴിവാക്കണമെങ്കിൽ അത് തീർച്ചയായും അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവായുധ നിരീകരണ സമിതിക്കൊക്കെ അവിടെ വന്ന് പരിശോധന നടത്തുകയും ഇറാൻ പൂർണ്ണമായും ആണവായുധം ഉപേക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. കാരണം ഇസ്രായേലിൻ്റെയും പ്രധാനപ്പെട്ട ആവശ്യം അതാണ്. പശ്ചിമ ഏഷ്യയിലെ ഇറാൻ്റെ ഏറ്റവും ഒരു വെല്ലുവിളി എന്നുള്ളത് ഇറാൻ തന്നെയാണ് ഇസ്രായേലിന് വെല്ലുവിളിയായിട്ടുള്ളത്. അപ്പോൾ ഇറാൻ എന്നെ നിരായുധീകരിക്കുക, അവരുടെ ആണവശക്തി ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെയും വലിയ ആവശ്യമാണ്. ആ കാര്യത്തിൽ എത്രത്തോളം ഇറാന് പിന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചർച്ച എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള എന്നതിനെക്കുറിച്ച് വിലയിരുത്താൻ കഴിയുക. നമുക്കറിയാം, നിലവിൽ ഇറാന് അവരുടെ പരമോന്നത നേതാവ് അടക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇറാൻ അതിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇറാൻ ആണവായുധ നിരീകരണത്തിന് തയ്യാറായാൽ യുദ്ധം അവസാനിക്കും. മറിച്ചായാൽ
അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. അഖില, ശരി. ബിനീഷ് കൊട്ടാരത്തിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പ്രതീക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടറിയാൻ. ഇറാന് നേരെയുള്ള ഇസ്രയേൽ അമേരിക്ക ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതിഗതികൾ കൂടുതൽ ആശങ്കാജനകമാവുകയാണ്. UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഗൾഫ് രാജ്യങ്ങളിലെ CBSE പരീക്ഷകൾ മാറ്റിവെച്ചത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. UAEയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം തടഞ്ഞിട്ടുണ്ട്. അത്തരം നീക്കങ്ങൾ ഗൾഫ് മേഖല അതീവ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ്. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ GCC രാജ്യങ്ങൾ യോഗം ചേർന്ന് അവരുടെ നിലപാടും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഇറാനെതിരെയുള്ള ഒരു നിലപാടാണ് GCC രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഖത്തറിലെ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. നിലവിലെ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ മാർച്ച് 3-ാം തീയതി വരെ UAEയിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് റിമോട്ട് വർക്ക് അനുവദിക്കണമെന്ന് UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം നിർദ്ദേശിച്ചു. അവശ്യ സാഹചര്യങ്ങളിലല്ലാതെ തുറസായ സ്ഥലങ്ങളിൽ ജോലിയിടങ്ങളിൽ നിന്നും ജീവനക്കാരുടെ സാന്നിധ്യം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. UAEയിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം പ്രവേശനം വിലക്കിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ്, ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്, ദുബായ് ഐൻ എന്നിവിടങ്ങളിൽ ഇന്ന് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാകില്ല. അധികൃതർ സ്ഥിതിഗതികൾ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണെന്നും എല്ലാ സംഭവവികാസങ്ങളും തുടർച്ചയായും സൂക്ഷ്മമായും വിലയിരുത്തുന്നുണ്ടെന്നും UAE നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. അജ്മാനിൽ സ്വകാര്യ വിദ്യാലയങ്ങൾ റിമോട്ട് ലേണിംഗിലേക്ക് മാറിയിട്ടുണ്ട്. മാർച്ച് 4 വരെ വിദൂര വിദ്യാഭ്യാസ രീതിയായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാൻ എന്നിവിടങ്ങളിൽ CBSE പരീക്ഷ സംബന്ധിച്ച ഒരു അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ മാർച്ച് 2-ന് നടക്കുന്ന CBSE പരീക്ഷകൾ മാറ്റിവെച്ചുവെന്നും പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നുമാണ് ഇതിൽ പറയുന്നത്. മാർച്ച് 3-ന് സ്ഥിതിഗതികൾ ഒരിക്കൽ കൂടി അവലോകനം ചെയ്യുമെന്നും മാർച്ച് 5 വരെയുള്ള പരീക്ഷകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ പിന്നീടെടുക്കുമെന്നും CBSE സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് അയച്ച സർക്കുലറിൽ വിശദീകരിക്കുന്നു. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഗൾഫിലെ നിലവിലെ ഒരു സാധ്യതകൾ കുറിച്ച് ശ്രീരാജ് കൈമൾ വിവരങ്ങൾ നൽകും. ശ്രീരാജ്, റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രത തുടരുകയാണ്. ഈ GCC രാജ്യങ്ങളുടെ യോഗത്തിലൊക്കെ ഇറാൻ വിമർശനമുണ്ടായി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. നിലവിലെ ഒരു സാഹചര്യം എന്താണ്? ആക്രമണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്, പലർക്കും പരിക്കേറ്റതായുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഇപ്പോൾ നമുക്ക് നൽകാൻ സാധിക്കുന്ന അപ്ഡേറ്റുകൾ ഇനി പറയുന്നത് പോലെയാണ്. അതായത് സൗദി അറേബ്യ ഇറാന്റെ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള ആക്രമണം സംബന്ധിച്ച് UAEയുടെ ഒരു അപ്ഡേറ്റ് അല്പസമയം മുമ്പ് പുറത്തു വന്നു. ഏതാണ്ട് ഇന്നലെ മുതൽ ഇന്ന് വരെയുള്ള ആക്രമണം സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. 165 ബാലിസ്റ്റിക് മിസൈലുകളും 2 ക്രൂയിസ് മിസൈലുകളും 541 ഡ്രോണുകളും നേരിട്ടതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ 152 എണ്ണവും പ്രതിരോധിച്ചുവെന്നും 13 എണ്ണം കടലിൽ പതിച്ചുവെന്നുമാണ് UAE വിശദീകരിക്കുന്നത്. ആക്രമണങ്ങളിൽ 3 പേര് മരണപ്പെട്ടുവെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 58 പേർക്ക് ചെറിയ പരിക്കുകൾ പറ്റിയെന്നും മന്ത്രാലയം വിശദമാക്കുന്നുണ്ട്. ഈ 58 പേരിൽ ഒരു ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നുണ്ട്. പരിക്കേറ്റ ഇന്ത്യക്കാരന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ആശങ്കയില്ലെന്ന് ഇന്ത്യൻ എംബസിയും അല്പം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദമാക്കുന്നുണ്ട്. അബുദാബി അൽസാലാം നേവൽ ബേസിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന് UAE സ്ഥിരീകരിച്ചു. വെയർഹൌസിലെ 2 കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചത്. ആളപായമില്ല എന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ സാഹചര്യത്തിലേക്ക് വന്നാൽ കുവൈറ്റില് ഇറാന്റെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 31 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് നിലവിലുള്ള റിപ്പോർട്ട്. കുവൈറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈറ്റിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ 30% വെട്ടിക്കുറച്ചിട്ടുണ്ട്. ദുബായിലേക്ക് തിരികെ എത്തിയാൽ ദുബായിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് വലിയ ശബ്ദം കേട്ടുവെന്ന് മലയാളികൾ അടക്കമുള്ള നമ്മളുടെ ചില സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചറിയിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം UAEയുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നതെന്നാണ് UAE അധികൃതർ വിശദീകരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ പരമപ്രധാനമാണെന്നും പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പൂർണ്ണ സജ്ജമാണെന്നും UAE ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ദുബായിലെ ഏതാണ്ട് എല്ലാ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളും സാധാരണ പോലെ തന്നെ ഇന്ന് പ്രവർത്തിച്ചുവെന്നാണ് ദുബായ് മീഡിയ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദുബായിലെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ടേം എക്സാമുകളും ഇന്റേണൽ എക്സാമുകളും മാറ്റിവെക്കും.
ശ്രീരാജ് കൈമളാണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക പ്രശ്നം എന്തോ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതീവ ജാഗ്രതയോടെ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. GCC രാജ്യങ്ങൾ ഈ ഇറാന്റെ നടപടിക്കെതിരെ പ്രതിഷേധം നേരിട്ട് അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ കൂടി ശ്രീരാജ് കൈമൾ പങ്കുവയ്ക്കുകയായിരുന്നു. അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന റീറ്റെയിൽ ചെയിനായ ലുലു ഗ്രൂപ്പ്. സ്റ്റോറുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഉപഭോക്താക്കൾ അമിതമായി സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കേണ്ടതില്ല എന്നും ലുലു ഓൺലൈൻ സ്റ്റോർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ലുലു മാനേജ്മെന്റ് അറിയിച്ചു. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ കനത്ത നാശനഷ്ടമുണ്ടായി എന്നാണ് വിവരം. ടെഹ്റാനിലെ റെഡ് ക്രസന്റ് ഇസ്രയേൽ ആക്രമിച്ചു. സ്വതന്ത്ര രാജ്യങ്ങൾ നിശബ്ദത അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാനെതിരായ ആക്രമണത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തും പ്രതിഷേധങ്ങളും ശക്തമായി. റെഡ് ക്രസന്റ് കെട്ടിടം, ഖദം അൽ അൻബിയ ആശുപത്രി, മൊദഹാരി ആശുപത്രി എന്നിവയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണമുണ്ടായത്. ആളപായമോ നാശനഷ്ടങ്ങളോ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകം സ്ഥിരീകരിച്ചതിനു പിന്നാലെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പാകിസ്ഥാനിലെ കറാച്ചിയിൽ US കോൺസുലേറ്റിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഇരച്ചുകയറി. സംഘർഷത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 35ഓളം പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർ വടികളുമായി കോൺസുലേറ്റിലേക്ക് മാർച്ച് നടത്തുകയും കെട്ടിടത്തിന്റെ ജനാലകൾ തകർക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും അർദ്ധസൈനിക വിഭാഗങ്ങളും ലാത്തിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ലാഹോർ, സ്കർദു എന്നിവിടങ്ങളിലും UN ഓഫീസുകൾക്കും അമേരിക്കൻ വിദേശകാര്യ ഓഫീസുകൾക്കും നേരെ ആക്രമണങ്ങളുണ്ടായി. ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കയിലുടനീളമുള്ള ആക്ടിവിസ്റ്റ് സംഘടനകളും തെരുവിലിറങ്ങി. ടൈംസ് സ്ക്വയർ, വാഷിംഗ്ടൺ, ഷിക്കാഗോ, ബോസ്റ്റൺ, ന്യൂയോർക്ക്, ലോസ് ആഞ്ചൽസ്, മിയാമി, മിനിയാപോളിസ്, അറ്റ്ലാന്റ തുടങ്ങി വിവിധ അമേരിക്കൻ നഗരങ്ങളിലാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. പലസ്തീൻ യൂത്ത് മൂവ്മെന്റ്, ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക, കോഡ് പിങ്ക്, ദ പീപ്പിൾസ് ഫോറം എന്നിവയുൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളാണ് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത്. ടൈംസ് സ്ക്വയറിൽ വൻതോതിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടി കൊളംബസ് സർക്കിളിലേക്ക് മാർച്ച് നടത്തി. യൂറോപ്പിലും വിവിധ നഗരങ്ങളിൽ യുദ്ധവിരുദ്ധ ഗ്രൂപ്പുകൾ ആക്രമണത്തിനെതിരെ രംഗത്തെത്തി. ഇറാഖിലെ ബാഗ്ദാദിൽ അമേരിക്കൻ എംബസി സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയായ ഗ്രീൻ സോണിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചുകയറാൻ ശ്രമിച്ചു. ഖമനേയെ വധിച്ചതിന് പിന്നാലെ ഇന്ത്യയിലും വ്യാപക പ്രതിഷേധമാണുണ്ടായത്. ലഡാക്കിലെ പ്രതിഷേധത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഡൽഹി ജന്തർ മന്ദിറിലും സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധിച്ചു. ജമ്മു കാശ്മീരിൽ ചില വിഘടനവാദി സംഘടനകൾ നാളെ ബന്ദിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. പ്രതിഷേധക്കാർ സംയമനം പാലിക്കണമെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. പ്രതിഷേധം കണക്കിലെടുത്ത് കശ്മീരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിൽ 40 ദിവസത്തെ ദുഃഖാചരണം നടത്തുമെന്ന് ഷിയ പുരോഹിതർ അറിയിച്ചു. ഇറാൻ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഒരു വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ആയുധങ്ങൾക്ക് സമാധാനം കൊണ്ടുവരാനാകില്ല. മിഡിൽ ഈസ്റ്റിലെയും ഇറാനിലെയും സംഭവങ്ങളിൽ വളരെ ആഴത്തിലുള്ള ആശങ്ക തനിക്കുണ്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് UN ഇടപെടലിലൂടെ സമാധാന ചർച്ചകൾ ജനീവയിലോ മറ്റ് സുരക്ഷിത സ്ഥലത്തോ നടക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായ റിപ്പോർട്ടല്ല, വ്യക്തത ഇതിൽ വരേണ്ടതുണ്ട്. ഇറാൻ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് സമ്മതമാണ് എന്ന് അറിയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് UN കൂടി ഇടപെടൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായി മണിക്കൂറിൽ മാറുകയാണ്. ഒപ്പം ഈ ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇന്ന് പുലർച്ചെ പുറത്തു വന്ന വാർത്തയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളില്ലാതെ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നതാണ്. ആരാണ് ഈ ഖമനേയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മതരാഷ്ട്രമെന്ന നിലയിൽ ഇറാനെ നയിച്ച ആത്മീയ നേതാവാണ് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി. ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാവ്. ഇറാന്റെ പരമാധികാരത്തിനായി അദ്ദേഹം സ്വീകരിച്ച കർക്കശമായ നിലപാടുകൾ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിന് കാരണമായി. ശക്തമായ മതരാഷ്ട്രമായി മുന്നോട്ടു പോകുമ്പോഴും ഇറാനെ ഒരു സൈനിക ശക്തിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് ഖമനേയി. പഹ്ലവി രാജഭരണത്തിന് അന്ത്യം കുറിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നിലെ പ്രത്യയശാസ്ത്ര ശക്തി മുൻ പരമോന്നത നേതാവ് ഖൊമേനിയായിരുന്നെങ്കിൽ ഇറാന്റെ ശത്രുക്കൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും രൂപം നൽകിയത് ആയത്തുള്ള ഖമനേയിയാണ്. 1939 മജാദിലാണ് ആയത്തുള്ള അലി ഖമനേയിയുടെ ജനനം. ദാരിദ്ര്യം പരുവപ്പെടുത്തിയ ബാല്യകൗമാരങ്ങൾ. 4-ാം വയസ്സിൽ ഖുറാൻ പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം തുടങ്ങി. മുതിർന്നപ്പോൾ ഇസ്ലാമിക നിയമപഠനവും തത്വചിന്തയും പൂർത്തിയാക്കി. ഷാ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിലെ സാന്നിധ്യമായാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു. നാടുകടത്തപ്പെട്ടു. പക്ഷേ ഖമനേയി ശക്തമായ തിരിച്ചുവരവ് നടത്തി.
1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പ്രതിരോധ മന്ത്രിയായി. 80കളിൽ ഇറാഖുമായുള്ള രക്തരൂക്ഷിതമായ യുദ്ധകാലത്ത് ഇറാന്റെ പ്രസിഡന്റായി രാജ്യത്തെ നയിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാഖിന്റെ സദ്ദാം ഹുസൈനെ പിന്തുണച്ചതോടെ ഇറാനികൾക്കിടയിലുണ്ടായ ഒറ്റപ്പെടൽ ബോധവും ഒപ്പം ഈ കടുത്ത പോരാട്ടവും ഖമനേയിക്ക് പാശ്ചാത്യ രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് അമേരിക്കയോടുള്ള വിരോധം ആഴത്തിലുള്ളതാക്കി. 1989 ആയത്തുള്ള റുഹുള്ള ഖമേനിയുടെ മരണത്തിന് പിന്നാലെയാണ് ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഖമനേയി ഒരു പ്രതിരോധ അച്ചുതണ്ടായി മാറുകയായിരുന്നു. ഇറാൻ അതിർത്തികൾക്ക് പുറത്ത് സ്വാധീനം ചെലുത്താൻ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ നേരിടാൻ ആഭ്യന്തര ഉൽപാദനത്തിലൂന്നിയുള്ള ഒരു പ്രതിരോധ സാമ്പത്തിക വ്യവസ്ഥ ഖമനേയി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയത്തിലെത്തിക്കാനായില്ല. ഇസ്രയേലുമായുള്ള യുദ്ധവും സിറിയയിലെ ഭരണമാറ്റവും ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തിന് വലിയ തിരിച്ചടിയായി. സാമ്പത്തിക തകർച്ചയെ തുടർന്ന് രാജ്യത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കഴിഞ്ഞ 36 വർഷമായി ഇറാന്റെ സൈന്യം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ എന്നിവയെല്ലാം ഖമനേയിയുടെ വിരൽത്തുമ്പിലായിരുന്നു. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നയങ്ങളോടുള്ള കടുത്ത അവിശ്വാസവും എതിർപ്പുമാണ് ഖമനേയിയുടെ വിദേശ നയത്തിന്റെ കാതൽ. അമേരിക്കയെ വലിയ പിശാചെന്നും ഇസ്രയേലിനെ ചെറിയ പിശാചെന്നും ഒരു ഭയവുമില്ലാതെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഖമനേയി. ഇറാന്റെ ആണവ പദ്ധതികളുമായി ആരെയും കൂസാതെ മുന്നോട്ടു പോയ ഖമനേയി അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും നന്നേ ചൊടിപ്പിച്ചു. ഇന്ന് പശ്ചിമേഷ്യ കത്തുമ്പോൾ UAEയിലേക്കും ഇസ്രയേലിലേക്കും മിസൈലുകൾ അയക്കാൻ ഇറാന് കരുത്തു പകരുന്നത് ഖമനേയിയുടെ പോരാട്ടവീര്യമാണ്. ജീവിതത്തിന്റെ അവസാന നാളുകളിലും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി നിന്നു എന്നത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഖമനേയിയുടെ കരുത്തു തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഏറ്റവും ആശ്വാസകരമായ വാർത്തകളാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും അങ്ങനെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ ഉന്നത അധികാരികളുമായി സംസാരിക്കാൻ താനും തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായാൽ സ്വാഭാവികമായും പശ്ചിമേഷ്യയിലെ അശാന്തി മാറും, ഈ സംഘർഷത്തിന് അയവ് വരും, അടിയന്തരമായ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം വളരെ ഗൗരവമായി നമ്മൾ പരിശോധിക്കുകയാണ്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്. ഇസ്രയേലും ഇറാനും അടക്കം ഗൾഫ് മേഖലയിലെ 7 വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കി സമാധാനവും നയതന്ത്രവും പിന്തുടരണമെന്നും എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കണമെന്നുമാണ് ഇന്ത്യ നിലപാടെടുക്കുന്നത്. ഗൾഫ് രാഷ്ട്രതലവന്മാരുമായി സംസാരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷ മേഖലയിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസികളുമായി ബന്ധപ്പെടണമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഒരു സുരക്ഷാ കൗൺസിൽ യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ അവിടെ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നമ്മളെ മലയാളികളെ സംബന്ധിച്ച് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരായ 3 മലയാളികൾ ഉൾപ്പെടെയുള്ള 8 ഇന്ത്യക്കാർ കറാച്ചിയിൽ കുടുങ്ങിയതായി നോർക്ക അറിയിച്ചിട്ടുണ്ട്. അസർബൈജാനിൽ നിന്നും കുവൈറ്റിലേക്ക് പോയവരാണ് വ്യോമപാത മാറ്റിയതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ കുടുങ്ങിയവരെ കൊളംബോ വഴി ഇന്ത്യയിലെത്തിക്കാനുള്ള സാധ്യതകളാണ് വിദേശകാര്യ മന്ത്രാലയം പരിശോധിക്കുന്നത്. ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദേവിക, വലിയ ഒരു ആശങ്ക മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ സുരക്ഷിതരാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടല്ലോ. അഖില, ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ ഇത്തരത്തിൽ ഈ പ്രത്യാക്രമണങ്ങൾ കനപ്പിച്ച സാഹചര്യത്തിൽ വലിയ സംഘർഷാവസ്ഥയാണ് ഈ ഗൾഫ് മേഖലയിൽ ഉടനീളം നിലനിൽക്കുന്നത്. ഇത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഈ ഒരു സമയത്താണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി നമ്മളിലേക്ക് എത്തുന്നത്. 3 മലയാളികൾ പാകിസ്ഥാനിലെ കറാച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. എയർ അറേബ്യ വിമാനത്തിൽ അസർബൈജാനിലെ ബാക്കുവിൽ നിന്നും ഷാർജ വഴി കുവൈറ്റിലേക്ക് പോവുകയായിരുന്ന 3-അംഗ സംഘമാണ് ഇത്തരത്തിൽ കറാച്ചിയിൽ കുടുങ്ങിയിട്ടുള്ളത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ പെട്ടെന്ന് വിമാനപാത മാറ്റിയതാണ് ഇത്തരത്തിൽ ഈ കറാച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇവരെ അടിയന്തരമായി ഇറക്കാനുള്ള കാരണം. എന്തായാലും ഇവർ ലോക കേരള സഭാംഗം വഴി നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെട്ടു. അവർ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എത്രയും വേഗം ഇവരെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഏകോപിപ്പിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. നിലവിൽ ഇവരെ കൊളംബോ വഴി ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ആലോചിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അഖില.
ശരി, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി ബിനീഷിലേക്ക് പോവുകയാണ് ന്യൂസ് ഡെസ്കിലെ. ബിനീഷ്, നമ്മളിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് സംയമനത്തോടെ മുന്നോട്ട് പോകണം എന്നുള്ള സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കണമെന്ന് നമ്മൾ എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളത്. നമ്മൾ ഇനിയിപ്പോൾ ഈ സുരക്ഷാ കൗൺസിൽ യോഗമൊക്കെ ചേർന്ന് ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള നടപടികളിലേക്കൊക്കെ ആയിരിക്കുമല്ലോ പോകുന്നത്. അഖില, തീർച്ചയായും ഈ യുദ്ധം അവസാനിക്കേണ്ടത് മധ്യേഷ്യയെ പോലെ തന്നെ ഇന്ത്യക്കും വളരെ നിർണായകമാണ്, ആവശ്യമാണ്. കാരണം നമുക്കറിയാം ഒട്ടേറെ ഇന്ത്യക്കാരുള്ള മേഖലയാണ് ഗൾഫ് മേഖലയിലടക്കം. അതുപോലെ തന്നെ ഇറാനിലും ഇസ്രയേലിലുമൊക്കെ ധാരാളം ഇന്ത്യക്കാരുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ത്യ വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നൊരു സുരക്ഷാ കൗൺസിൽ യോഗം തന്നെ ഇന്ത്യ ഡൽഹിയിൽ ചേരുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. ഒന്ന്, ഇസ്രയേലിലും ഇറാനിലുമുള്ള ഇന്ത്യൻ പൗരന്മാരെ യുദ്ധം കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ അവരെ സുരക്ഷിതമായി നാട്ടിലേക്ക് ഒരു പ്രത്യേക ഓപ്പറേഷൻസ് വഴി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള ഒരു നീക്കം നടത്തണമെങ്കിൽ അത് ഏത് തരത്തിലാവണമെന്നുള്ള കാര്യത്തിലുള്ള ഒരു ചർച്ചയാണ് പ്രധാനമായും നടക്കുന്നത്. ഒപ്പം തന്നെ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്ന നിലവിലെ ഒരു പ്രധാനപ്പെട്ട ലോകരാജ്യം എന്ന നിലയിൽ അത് ഇന്ത്യയാണ്. നമുക്കറിയാം ഇന്ത്യക്ക് ഒരേ സമയം അമേരിക്കയുമായും ഇസ്രയേലുമായും ഇറാനുമായും ബന്ധമുണ്ട്. ഈ ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മൂന്ന് രാഷ്ട്രത്തിലെ തലവന്മാരുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഇതിന് ഒരു ഇളവ് വരുത്താൻ കഴിയും, പശ്ചിമേഷ്യയെ എങ്ങനെ യുദ്ധഭീതിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് മാറ്റാം എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ തരത്തിലുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഈ മൂന്ന് രാഷ്ട്രത്തലവന്മാരെയും വിളിക്കുവാനുള്ള ഒരു നീക്കവുമൊക്കെ സുരക്ഷാ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും പശ്ചിമേഷ്യ സമാധാനമാകേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമായതിനാൽ വളരെ കരുതലോടുകൂടി നമ്മുടെ പൗരന്മാരെ സുരക്ഷിതരാക്കുകയും ഒപ്പം തന്നെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒക്കെ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അഖില, ശരി, ബിനീഷാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും കരുതലോടെ മുന്നോട്ട് പോവുകയാണ്, വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുകയാണ് ലോകരാജ്യങ്ങൾ. പ്രതീക്ഷയോടെ ഈ മണിക്കൂറിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ഏറ്റവും പ്രതീക്ഷയുള്ള വാർത്ത നമ്മൾക്ക് അടുത്ത മണിക്കൂറുകളിൽ ലഭിക്കും എന്നാണ് കരുതുന്നത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ മനുഷ്യർ ജയിക്കണമെന്ന് നടൻ മമ്മൂട്ടി. സിനിമാ ചർച്ചകളിലും തർക്കങ്ങളിലും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ ജയിക്കും, ചിലപ്പോൾ രണ്ടു കൂട്ടരും തോൽക്കും. ഇപ്പോൾ പുറത്തു നടക്കുന്ന യുദ്ധത്തിൽ മനുഷ്യർ ജയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എല്ലാ സിനിമയുടെ കഥകളും ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും തോക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരാൾ ജയിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാ യുദ്ധങ്ങളിലും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമോ? യുദ്ധത്തിൽ മനുഷ്യർ ജയിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരിലേക്ക് മനുഷ്യത്വം എങ്കിലും ജയിക്കട്ടെ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നില്ല എന്ന വിമർശനം CPM-നുള്ളിൽ ഉയരുകയാണ്. പല പ്രമുഖരും തഴയപ്പെട്ടുവെന്ന പരാതിയുള്ളതിനാൽ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രാഥമിക രൂപം നൽകിയത്. ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയിരുന്നില്ല. ഉറച്ച മണ്ഡലങ്ങളിൽ ടേം വ്യവസ്ഥ കർശനമാക്കാൻ പാർട്ടി പൊതുവായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് KK ശൈലജയ്ക്ക് മട്ടന്നൂർ മാറി പേരാവൂർ മത്സരിക്കേണ്ടി വരുന്നത്. എന്നാൽ പല പ്രമുഖരും തഴയപ്പെട്ടു എന്ന വിമർശനം CPM-നുള്ളിൽ പുകയുന്നു. AN ഷംസീർ, PK ബിജു ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാത്തത് ചർച്ചയാകുന്നു. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കുന്നതിലും ജില്ലാ ഘടകത്തിൽ വിയോജിപ്പുണ്ട്. കഴിഞ്ഞ തവണ മാറി നിന്ന പ്രമുഖരായ മുൻ മന്ത്രിമാരെ ഇത്തവണ പരിഗണിക്കണമെന്ന നിർദ്ദേശം ചില കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ ആരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടില്ല. G സുധാകരൻ, AK ബാലൻ, തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തില്ലാത്തതും പലരും ചൂണ്ടിക്കാട്ടുന്നു. P ജയരാജൻ ഇക്കുറിയും തഴയപ്പെട്ടു എന്ന വിമർശനവും ഉയരുന്നു. വിയോജിപ്പുകളും അതൃപ്തിയും പുകയുന്നതിനാൽ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർട്ടി അനുവദിച്ചാൽ ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം പാർലമെന്ററി രംഗത്ത് നിന്ന് വിട്ടുനിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് മുതിർന്ന CPM നേതാവും മുൻമന്ത്രിയുമായ G സുധാകരൻ. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ അമൃത വാർത്തയുമായി പങ്കുവയ്ക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉന്നയിച്ചത് ഞാനങ്ങനെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന അവളുടെ അപൂർവമാണ്. ഇത്തവണ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മത്സരമായിരിക്കും, ജയിക്കും എന്തായാലും. ആളുകൾ വന്ന് പറയല്ലേ, അതുകൊണ്ടാണല്ലോ മുന്നോട്ട് വന്ന് പറയല്ലേ.
സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കാൻ കോൺഗ്രസ്. ധാരണയിലെത്തിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒന്നാം ഘട്ടത്തിലെ 40ഓളം സ്ഥാനാർത്ഥികളെ വിജ്ഞാപനത്തിന് തൊട്ടുപിന്നാലെ പ്രഖ്യാപിക്കും. അതിനിടെ ഉഭയകക്ഷി ചർച്ചകളിലെ തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ ധാരണയുണ്ടാക്കാൻ സിറ്റിംഗ് MLA-മാർക്ക് പുറമെ പ്രധാന നേതാക്കന്മാരുടെയും പട്ടികയുമായാണ് സംസ്ഥാന നേതൃത്വം ഡൽഹിയിലെത്തിയത്. പാലക്കാടും തൃപ്താലയും ഒഴിച്ചുള്ള സിറ്റിംഗ് മണ്ഡലങ്ങൾ പട്ടികയിലുണ്ട്. കെ മുരളീധരൻ, VT ബൽറാം ഉൾപ്പെടെയുള്ള പ്രമുഖരെയും ചില മുതിർന്ന നേതാക്കളുടെയും പേരുകൾ ഒന്നാം ഘട്ട പട്ടികയിൽ ചർച്ചയാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഡൽഹിയിലെത്തിയത്. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ തർക്കങ്ങളില്ലാതെ പരിഹരിക്കാനാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കാനും ധാരണയിലെത്തിയ മണ്ഡലങ്ങളിൽ കളത്തിലിറങ്ങാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. അതേസമയം വിജ്ഞാപനം വന്ന ശേഷമേ ഒന്നാംഘട്ട പ്രഖ്യാപനം ഉണ്ടാകുകയുള്ളൂ. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര സമാപിക്കുന്ന ദിവസം രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അതിനു പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ഇതിനിടെ ഉഭയകക്ഷി ചർച്ചകളിലെ തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയിൽ ചർച്ചകൾ കാര്യമായി നടന്നിട്ടുമില്ല. ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം ലീഗ് കോൺഗ്രസിനോട് ഉന്നയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തിരുവമ്പാടി മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിക്കായി ചുവരെഴുത്ത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ചുവരെഴുത്ത് നടത്തിയത്. സ്ഥാനാർത്ഥിയുടെ പേരെഴുതാനുള്ള സ്ഥലം ഒഴിവാക്കി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചിഹ്നവും മറ്റു വാചകങ്ങളുമാണ് ചുവരെഴുത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് മണ്ഡലത്തിൽ LDF-നായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിവരുമ്പോഴാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പേരില്ല ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത്. തിരുവമ്പാടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മഹിളാ അസോസിയേഷൻ ചുവരെഴുത്ത് ആരംഭിച്ചത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ചുവരിൽ പേരെഴുതി ചേർക്കും. സ്ഥാനാർത്ഥി ആരായിരുന്നാലും LDF സ്ഥാനാർത്ഥി വിജയിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മണ്ഡലത്തിൽ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതുമായി ബന്ധപ്പെട്ട ആളുകൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥി ആരാണോ അവരുടെ പേരെഴുതാനും കൂടിയുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രചരണം തുടങ്ങിയിരുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിലെ 18 അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റികളും ചുവരെഴുത്ത് പ്രചാരണം നടത്തിവരുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. NDA തൃശൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BJP നേതാവ് പത്മജ വേണുഗോപാൽ മുഖ്യാതിഥിയായി. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടങ്ങളിൽ ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ഇപ്പോൾ അത്തരം ആശങ്കകൾ തെല്ലുമില്ലെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. NDA തൃശൂർ മണ്ഡലം കോർഡിനേറ്റർ ശ്രീകാന്ത്, സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.